ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പിസ ടോക്സ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് August 2 ആണ്. August 3 എൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ സമയം എത്രയാണ്? 11:46. ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. കാരണം 18ാമത്തെ ബർത്ത്ഡേ ആണെങ്കിൽ 18 വയസ്സാവാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും മീൻസ് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. കാരണം August 2 കാര്യം മലയാളികൾ പ്രത്യേകിച്ച് മറക്കാത്തൊരു ദിവസമാണ്. നമ്മുടെ ജോർജ് കുട്ടിയുടെ ഒരു കേസ് ദൃശ്യം സിനിമയിലെ നമ്മുടെ അവർ ധ്യാനത്തിന് പോയ ദിവസം. അപ്പോൾ അങ്ങനത്തെയൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കാരണം എൻ്റെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ശരി ജോർജ് കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ബർത്ത്ഡേ അവർ ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആരും മറക്കാതിരിക്കുക. എൻ്റെ ബർത്ത്ഡേ അന്ന് എൻ്റെ അമ്മയുടെ അനിയൻ്റെ ബർത്ത്ഡേ എന്നാൽ എൻ്റെ ബർത്ത്ഡേ അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ അന്ന് പിന്നെ എൻ്റെ അമ്മയുടെ അമ്മാമ്മയുടെ ബർത്ത്ഡേ അന്ന്. അങ്ങനെ August 3 കുറേ പേരുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 12 മണി ആയിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ വർത്താനൊക്കെ പറയാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മുതൽ എനിക്ക് 18 വയസ്സായി. 18 വയസ്സായി എനിക്ക് ഇപ്പോഴും എൻ്റെ ബർത്ത്ഡേ ഒരു എന്താ പറയുക പാർട്ടി പോലെ നടത്തണം അങ്ങനത്തെ ഒക്കെ ചിന്ത. എനിക്കിപ്പോൾ വെച്ചാൽ കുറേ കസിൻസ് വന്ന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കും. അങ്ങനത്തെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അതൊക്കെ എനിക്ക് നല്ല ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ എന്തായാലും എന്തെങ്കിലും ഒരു ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സ് എനിക്കിഷ്ടമുള്ള ആൾക്കാരെ കൂടിയിട്ട് ഒരു ഫംഗ്ഷൻ വയ്ക്കുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഞാനൊരു ഫോട്ടോ ഞാൻ എടുത്തുകൊണ്ടുണ്ട്. ഇതെൻ്റെ പണ്ടത്തെ എനിക്ക് തോന്നുന്നു 1 വയസ്സാണ് 2 വയസ്സ് എനിക്ക് അതുകൂടെ കണ്ട. അത് ഞാനും എൻ്റെ അപ്പാപ്പനും അമ്മാമയും കൂടി നിൽക്കുന്നതാണ്. നല്ല ബർത്ത്ഡേ പാർട്ടിക്ക് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചെറുതായിട്ട് അങ്ങനെ. അപ്പോൾ എത്ര മണി? ഇപ്പോൾ 11:50 എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ പറഞ്ഞാൽ അത്രയും വലിയ സംഭവം എന്നുള്ളതിനാണ് എനിക്ക്. ഞാൻ ഫ്രണ്ട്സിനോട് പറയും ബർത്ത്ഡേ പറയും അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ വലിയ ഒരു ആണോ മീൻസ് ചിലവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണ്. എനിക്കറിയില്ല എന്തൊക്കെയോ അന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനാണ് സ്റ്റാർ എന്നുള്ളത് എനിക്ക് പോലെ തോന്നി. ഞാൻ അന്നത്തെ ദിവസം ഞാനാണ് അവിടുത്തെ മെയിൻ. അങ്ങനെയല്ല അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട് വീട്ടിൽ. ഇപ്പോൾ വെച്ചാൽ വീട്ടിലിപ്പോൾ എല്ലാവരും വിളിച്ച് വരുത്തി പാർട്ടി കൊടുക്കുന്നു അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അന്ന് നല്ലൊരു ഹാപ്പി ഡേ ആയിരിക്കും. ഇപ്പോൾ കേക്ക് മുറിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ മെയിൻ സംഭവമാണ് കേക്ക് മുറിക്കുന്നു, ബിരിയാണി വയ്ക്കുക, പിന്നെ ഗിഫ്റ്റുകളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കിട്ടും. അതൊക്കെ നല്ല രസമാണ്. കുറേ പേര് വിളിക്കും, കസിൻസ് വിളിക്കും, കുറേ മെസ്സേജുകളുണ്ടാവും. പിന്നെ ഇൻസ്റ്റയിൽ എന്ത് വെച്ചാൽ കാലത്ത് തുറക്കും കുറേ മെസ്സേജ് കാണും. ഫ്രണ്ട്സ് രാത്രി സ്റ്റോറി ഇടും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എൻ്റെ സ്റ്റോറി ഒന്നും ഇട്ടില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ നമ്മോട് പറയും അവരാണ് സ്റ്റോറി ഇടായിരുന്നത്. നമ്മൾ പറയും നീ അവരെ പിടിച്ച് തലയിരിക്കും. കാരണം എനിക്ക് അങ്ങനെയൊക്കെ എൻ്റെ സ്റ്റോറി 12 മണിക്ക് ഇടണം. 12 മണിക്ക് ഇടുന്നില്ല, സ്റ്റോറി ഇട്ടാൽ മതി. അതെനിക്ക് അറിയില്ല. സ്റ്റോറി ഇടണം, എന്നെ മെസ്സേജ് ചെയ്യണം, വിളിക്കണം എനിക്കിഷ്ടമല്ല. എനിക്ക് മെസ്സേജ് ഇട്ടല്ലോ പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ തന്നെ കുറേ പേര് ഫോട്ടോ അയച്ചായോ അങ്ങനെ കുറേയൊക്കെ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ഞാൻ കേട്ടിരിക്കുക. അങ്ങനെ എൻ്റെ കുറച്ച് കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്. 18ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ല എനിക്ക് ഇങ്ങനത്തെ ഇത് ഭയങ്കര ഇഷ്ടം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് സംസാരിക്കാം. 11:51 അയ്യോ അല്ല 12 മണിയായിട്ട് നമുക്ക് വയ്ക്കാം. അതല്ല അതിൻ്റെ ഒരു ബലൂണോടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ അങ്ങനെ ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ 2 ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അപ്പോൾ ഭയങ്കര വെളുപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാതിരി ഞാൻ കുറേ ഇത് വെച്ച് വെച്ചിട്ട് ശരിയാവുന്നില്ല. ഇത് കുറച്ചും കൂടി ഡാർക്കാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേനെ വെച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ എങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ 18 വയസ്സായി. 18 കൊല്ലം എടുത്ത് നോക്കുമ്പോൾ കുറേ സന്തോഷം സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും 18 കൊല്ലം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 18 കൊല്ലം അങ്ങനെ നല്ലപോലെ സന്തോഷിച്ചു. അത്ര വലിയ ദുഃഖങ്ങൾ അങ്ങനെയില്ല, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ല. അതുപോലെ എനിക്കും അങ്ങനെ ഉണ്ടായി. ഞാൻ 18 വർഷം അങ്ങനെ കടന്നു പോയത് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എനിക്കിപ്പോഴും ഞാൻ 18 വയസ്സായിട്ടുള്ളൊരു വലിയ പെൺകുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നില്ല. ഞാനിപ്പോഴും 10ാം ക്ലാസ് ആ ഒരു ടൈമിൽ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നി. 18 വയസ്സുണ്ട് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞാൻ നാളെ 11:53 ചിലപ്പോൾ നമ്മുടെ ബർത്ത്ഡേ നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നാലും പിന്നെ ബർത്ത്ഡേനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുറേ നാളെ 18 വയസ്സിലെ ബർത്ത്ഡേക്ക് ഞാൻ പണ്ട് പറയാം എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ വീട്ടിലേക്ക് വരണം. കുറേ ഗിഫ്റ്റാണ് നമ്മുടെ മെയിൻ. അങ്ങനെയല്ല, എനിക്ക് ഗിഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗിഫ്റ്റ് തുറക്കൽ അതൊക്കെ. എനിക്ക് ഹൗസ് വാമിങ് നമ്മൾ പരിപാടിക്ക് പോലെ അപ്പോൾ അവർ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എനിക്കൊന്ന് തുറന്ന് അത് വേഗം തുറക്കാനുള്ള ഇത് എനിക്ക് മാത്രമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാനായിട്ടും. ഞാനിപ്പോൾ യൂട്യൂബിലായാലും ഓരോരുത്തരുടെ ഹൗസ് വാമിങ് ഗിഫ്റ്റ് ആണെങ്കിൽ അതൊക്കെ ഇരുന്ന് കാണും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗിഫ്റ്റ് ഇങ്ങനെ റാപ്പ് ചെയ്യൽ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കിട്ടുന്നത് അതിലും അധികം എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ August 3 54 ഇനി വെറും 4 മിനിറ്റ് കൂടി വേണ്ടു. എനിക്ക് August 3 ആവാൻ എനിക്കിപ്പോൾ 18 വയസ്സാവാൻ പോകണം. 18 വയസ്സിൽ ഇപ്പോൾ ഇതാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചും തോന്നുന്നില്ല.
ഞാനിപ്പോഴും ഒരു കുട്ടി. അങ്ങനെ എനിക്ക് വലിയ പ്രത്യേകിച്ചും നമ്മൾ തോന്നുന്നില്ല. എനിക്കൊന്ന് കേക്ക് കട്ട് ചെയ്യണം, ബിരിയാണി കഴിക്കണം, അതൊക്കെ സ്റ്റോറിക്ക് റിപ്ലൈ കൊടുക്കണം, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ലൈഫ് മെച്ചുവേർഡായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നോക്കണം എന്ന് പറയുന്നുണ്ട്. അയ്യോ ഗൈസ്, അപ്പോൾ 12 മണിയായി. ഗൈസ് 12 മണി. അപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് അങ്ങനെ 18 വയസ്സായി അങ്ങനെയൊക്കെ പറഞ്ഞ് വർത്തമാനം പറയുമായിരുന്നു. 18 വയസ്സായി ഗൈസ്, 18 വയസ്സായി. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അങ്ങനെ നമുക്ക് തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ, സെറ്റപ്പ് തൊപ്പിയാണ്. അപ്പോൾ തൊപ്പിയൊക്കെ വെച്ച് നമ്മൾ കേക്ക് മുറിക്കും. ഇപ്പോഴല്ല കേട്ടോ, ഉച്ചയ്ക്ക് നമ്മൾ മുറിക്കുള്ളൂ. എന്നിട്ട് ബിഗ് ബോസ് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ബിഗ് ബോസ് ഒക്കെ തുടങ്ങല്ലേ, അതാണ് മെയിൻ എക്സൈറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഞാനാണെങ്കിൽ വീഡിയോ എടുത്തിരിക്കുക. അപ്പോൾ 18 വയസ്സായി. അപ്പോൾ എനിക്ക് ഒരു സബ്സ്ക്രൈബർ എനിക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ, ഞാനൊരു ലാസ്റ്റ് വ്ളോഗിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഹാപ്പി ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൂ. അപ്പോൾ എനിക്ക് അഡ്വാൻസ് ബർത്ത്ഡേക്ക് ബർത്ത്ഡേ വ്ളോഗ് ഇടുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഐ വാസ് വെരി ഹാപ്പി. എനിക്കറിയില്ല, നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യും. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും എനിക്ക് ഇമെയിൽ ചെയ്ത് മെസ്സേജ് അയക്കുന്നവരുണ്ട്. ഇമെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാണ്. അപ്പോൾ ഇമെയിൽ ഇങ്ങനെ ചാലഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനപ്പോൾ ഞെട്ടിപ്പോയി. അമ്മ വരെ ഞെട്ടി. എനിക്ക് കാര്യമാണ് മെസ്സേജ് അയക്കാൻ, കമൻറ്റ് ചെയ്യുന്നത്. സോ എനിക്കതൊക്കെ ഞാൻ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ എല്ലാം ആണ്. സോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ 12 മണി കുറച്ച് മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ ഉറങ്ങും. അങ്ങനെ ഓക്കെ, ബൈ ഗൈസ്. ഇപ്പോൾ 12:20 കുറേ പേര് മെസ്സേജ് അയച്ചു. എൻ്റെ ചേട്ടൻ വിളിച്ചു. എനിക്ക് വിളിക്കുന്നത് ഞാൻ ഇഷ്ടമല്ല, അങ്ങനെ ഫ്രണ്ട്സൊന്നും അങ്ങനെ വിളിച്ച് വിഷയമില്ല, മെസ്സേജ് അയക്കും, വോയിസ് അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് 18 വയസ്സായി. എനിക്ക് പേടിയാണ് ഡ്രൈവിംഗ് പഠിക്കാൻ, മീൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. എനിക്കിഷ്ടമാണ് ഡ്രൈവിംഗ്. ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷേ എനിക്കിഷ്ടമാണ്. എനിക്ക് പേടിയുണ്ട്, നല്ല വളരെ പേടിയുണ്ട്. പക്ഷേ പേടിയൊക്കെ മാറ്റിയിട്ട് എനിക്ക് ഓടിക്കും. പിന്നെ കോളേജ് തുടങ്ങുകൊണ്ട് എനിക്ക് എന്തായാലും പഠിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ നാളെ വെച്ചാൽ കാലത്ത് എന്നിട്ട് പള്ളിയിൽ പോകണം. നാളെ ഞായറാഴ്ച എന്തെങ്കിലും പോകണം, പള്ളിയിൽ പോകണം. അങ്ങനെ വീട്ടിലെല്ലാവരും വിളിക്കും. നാളെ ഒരു കാലത്ത് മൊബൈൽ ഇപ്പോൾ ഈ കുറേ പേര് മെസ്സേജ് അയച്ചു. പിന്നെ കുറേ നാളായിട്ട് മെസ്സേജ് അയക്കാത്ത ടീമോട് ഇപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യും, സുഖമാണ്, ഉറങ്ങിയ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് സന്തോഷമാണ്, എനിക്ക് നല്ല ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചിടയ്ക്ക് മെസ്സേജ് വന്നാൽ മതി. എനിക്കെല്ലാവരും എല്ലാവരും മെസ്സേജ് ഇഷ്ടമാണ്. പക്ഷേ അത്ര ക്ലോസ് ആയവർ മാത്രമല്ല നമ്മൾ അങ്ങനെ മെസ്സേജ് അയക്കും. അപ്പോൾ ഇവർക്കൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല. അങ്ങനെ പിന്നെ ബിഗ് ബോസ് ഉണ്ട് 7 മണിക്ക്. അത് ഞാൻ ആരാധിക്കുകയാണ് ബിഗ് ബോസിൻ്റെ. അങ്ങനെ അത് കാണണം, അതാണ് മെയിൻ. അങ്ങനെയല്ല, എനിക്കത് കാണാൻ എനിക്ക് ഇഷ്ടമാണ്. കുറേ നാളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ബിഗ് ബോസ് പ്രേമികളുണ്ടെങ്കിൽ കമൻറ്റ് വരും. ഞാൻ പള്ളിയിൽ പോയി കഴിച്ച് വന്നപ്പോൾ എൻ്റെ പാരൻസ് എനിക്ക് 18 ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എനിക്ക് ഗിഫ്റ്റുകളല്ലേ, വലിയ ഗിഫ്റ്റും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇന്നലെ പ്രോഗ്രാം ഇവരെയും പറയുന്നത് എനിക്ക് 18 ഗിഫ്റ്റ് അങ്ങനെ ഇഷ്ടമാണ്. ഞാൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുന്നത് അറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിതൊക്കെ നമ്മളെ യൂട്യൂബ് ചാനൽ ഓരോരുത്തരുടെ ബർത്ത്ഡേ ഇതൊക്കെ കണ്ടുപിടിച്ചത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഗിഫ്റ്റ് കാണാം. ഇത് ഡ്രസ്സാണ്, ഡ്രസ്സിന് തുണിയാണ്. കുറച്ച് 4 എണ്ണം. ഓക്കെ, ഇത് നല്ല വെച്ചു, നീ മാറ്റിയിട്ട് ഞാൻ വേണം. ഇനി ഉണ്ണീസിന്റെ കാർഡ്, ഉണ്ണീസ് എന്നുള്ള കാർഡ് ഞാൻ കാണിച്ചത്. ഞാൻ വായിക്കട്ടെ, നീ ഒട്ടിക്കല്ലേ. You have been my second mom. Oh, super. My best friend and my forever role model through every laugh, every tear, every moment of doubt. നീ കൂടുതൽ ഇതാണോ? You have been my rock and my light. I thank God every day for blessing me with you. May your baby as beautiful as your heart. Oh my God! And your be filled with joy and blessing. I love you more than words I can say. Thank you, Miss. Thank you so much. Oh, guys, ഇതിൽ നമുക്ക് 3 സെറ്റ് ടോക്സ് എഴുതി തന്നിട്ടുണ്ട്. ഇനി കൊണ്ട് എനിക്കൊന്നും വേണ്ട മിസ്. ഇതെന്നെ എനിക്ക് എത്രയും വലിയ എനിക്ക് കിട്ടാനില്ല. നമുക്ക് ഫസ്റ്റത്തെ നീ എന്താ എനിക്ക് ചോദിച്ചാൽ അല്ലെങ്കിൽ വായിച്ചില്ലേ ഫസ്റ്റത്തെ നമുക്ക് നോക്കാം. പത്തുകളൊക്കെ എല്ലാം എന്താണ് കാണിച്ചത്. ഓക്കെ, അയ്യോ എടുത്തില്ലെങ്കിൽ ഗൈസ് പിന്നെ 2 വരെ കിട്ടും. ഓക്കെ ഗൈസ്, എന്നാ ഇത് ഇങ്ങനത്തെ റോളർ പോലത്തെ സംഭവം. ഓക്കെ, ഇത് ഇങ്ങനത്തെ സംഭവമാണ്. ഇതിങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. സൂപ്പറായി കണക്ട് ഇങ്ങനെ വെച്ചിട്ട് വെക്കണം. എനിക്ക് ടെക്നോളജി കറക്റ്റായിട്ട് അറിയില്ല. നമുക്കത് ശരിയാക്കാം, നോക്കട്ടെ. ഇത് എനിക്കൊന്നും ഞാൻ ചെയ്യണമെന്നുണ്ട്. ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നെക്സ്റ്റ് വാച്ച് നല്ല വാച്ച് സൂപ്പറായിട്ട് നല്ല സ്റ്റാൻഡേർഡ് വാച്ച് പൊട്ടിയിരിക്കുന്നു. ഗൈസ് നല്ല വാച്ചാണ്, നല്ല നല്ല. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് പിന്നെന്താ വേറെ ഇരിക്കുന്നുണ്ട്. നെയിൽ പോളിഷ് നോക്കട്ടെ. എല്ലാവരും 4 കളറുള്ള നെയിൽ പോളിഷാണ് ഗൈസ്. അല്ലാണ്ട് നല്ലതാണ് തോന്നുന്നു. അല്ല നെയിൽ പോളിഷ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഇത് എന്താ ബൈക്കാണോ? ബൈക്കോടാണോ? സൗണ്ട്
കിട്ടിയ മൈക്ക് കിട്ടി. അതെ എനിക്ക് ഇനി ഒന്നും വേണ്ട, എനിക്ക് ചത്താ മതി. അല്ല സൂക്ഷിച്ചിരിക്കണം അവിടേക്ക്. ഇത് കാണിച്ചില്ല. നെക്സ്റ്റ് ഇത് ഓക്കെ. നെക്സ്റ്റ് ഒരു ജിമിക്കി കമ്മലാണ്. നല്ല ജിമിക്കാണ് ഇഷ്ടമായി. എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ടോപ്പ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതാവും അങ്ങനെ കാണിച്ചു കൊടുക്കും. ആണ് ടോപ്പ് ചെയ്തു. നെക്സ്റ്റ് ഇതാണ് എന്താ നെക്സ്റ്റ് എന്താ ഒരു പെൻഡന്റ് ഇട്ടാ നന്നായി. പെൻഡന്റ് അടിപൊളി സൂപ്പർ സൂപ്പർ. നെക്സ്റ്റ് ഇത് ട്രൈപോഡ്. സെയിം അല്ല നല്ല ട്രൈപോഡ് ട്രൈപോഡ്. വീഡിയോ എടുക്കണേ ഇത് കൊടുക്കണം. കുറച്ച് നോക്കാം എല്ലാം കൂടി ട്രൈപോഡ് കിട്ടി. നെക്സ്റ്റ് എന്താ ഞാൻ പറയാറ് എപ്പോഴും ഓരോന്ന് ചെയ്യാൻ ജോലി നമുക്ക് മസാജ് ചെയ്യാൻ അങ്ങനത്തെ ഇതൊക്കെയാണ് സംഭവം ഉണ്ടോ. അല്ലാതെ ബ്രിട്ടീസ് യൂസ് ചെയ്യുന്നത് അവർക്ക് നല്ല സുഖം ഇഷ്ടം. ഞാൻ എപ്പോഴും നമ്മളോട് പറയാം അവർക്ക് കേട്ട് അങ്ങനെയില്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെക്കുക. ഈ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ വേണ്ട അപ്പൊ നമ്മുടെ ജോലായി ശരിയോ സൂപ്പർ ഇഷ്ടമായി. നെക്സ്റ്റ് ഇത് ബുക്കാണ് കേട്ടോ. മേക്ക് ഇറ്റ് ഹാപ്പൻ പറഞ്ഞിട്ട് എന്താ അടിപൊളി ബുക്കല്ലേ. 4 കൊല്ലം ബിടെക് ചെയ്യാനായിട്ടുള്ള നല്ല ബുക്കാണ്. ഇഷ്ടമായി. പെണ്ണുങ്ങളെ നിന്റെ ബർത്ത്ഡേ ആയാ? എനിക്ക് 10 വയസ്സായി. എനിക്ക് 18 വയസ്സായിട്ടാണെങ്കിൽ പണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടില്ല. ആസിന്റെ 10 ഒരു ബ്ലാക്ക് വാച്ച് കൊണ്ടുവച്ചേ. ക്ലിപ്പ് ക്ലിപ്പ് ഗൈസ് അടുത്ത പെട്ടി ക്ലിപ്പുകളാണ് കുറെ ക്ലിപ്പ് പിങ്ക് കുറെ ക്ലിപ്പുകൾ. നെക്സ്റ്റ് ഇത് ഈ പെട്ടി ഇത് മറ്റേ മുടി ഇത് മറ്റേ ഇത് രാത്രി കിടക്കുമ്പോ മുടി പൊട്ടി പോകാണ്ടിരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അതിനുവേണ്ടി ഞാനൊന്നും അങ്ങനത്തെ പിന്നെ കൊറേ ഓക്കെ അതാണ് ഓക്കെ. ഞാനിത് എപ്പോഴും മനസ്സിലായി. പൈസ ഇടേണ്ടതാണ്. 1 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ. ഇത് വെച്ചാല് നമുക്ക് ഞാൻ ഇപ്പോഴും നമ്മളോട് പറയാമെന്ന് വേണം വെറുതെ നമുക്ക് ഐഫോൺ വാങ്ങാൻ. അപ്പൊ എനിക്ക് അതിനെ കിട്ടി കേട്ടോ. എല്ലാം ഗിഫ്റ്റ് ഞാൻ മോഡിനോടൊന്നും പറയില്ല. എനിക്ക് അത് ഇഷ്ടം. അങ്ങനെ ഞാനെല്ലാം ഫാമിലിക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഒരു ഇങ്ങനത്തെ രീതിയില് ഇതെന്നാ പറയാ മേശ കവർ കവർ. ഇത് എന്റെ കയ്യിൽ കേടായിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ എടുക്കണല്ല. ഞാൻ ഇങ്ങനെ പറയാൻ പറ്റുന്ന കിട്ടും. അപ്പൊ ഇതെനിക്ക് ഇഷ്ടമായി. നെക്സ്റ്റ് ഇത് 7 നമുക്ക് വെക്കാൻ തോന്നും. ഇത് നന്നായി. 7 റൂൾസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഇഷ്ടമാണ്. ലെറ്റ് ഗോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സൂപ്പറായി. കാണിച്ചു എല്ലാവരും കാണുന്നത് കാണണ്ട. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇനി 2 വലിയ കിട്ടുന്നുള്ളൂ. അത് നമുക്ക് നോക്കാം. അത് ഓക്കെ ഒരു ബെഡ്ഷീറ്റ് ആണോ? നല്ല പൊതപ്പിട പൊതുപ്പ് മാറ്റുന്നു. പുതിയ പൊതുപ്പാണ്.
അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഗിഫ്റ്റ്. ഇത് അമ്മയില്ല കേട്ടോ. റിംഗ് ലൈറ്റ് അത് വെച്ചിട്ട് എന്റെ ഫോണിൽ അപ്പോൾ എനിക്ക് ഇഷ്ടം അമ്മയോടും അപ്പയോടും ഇംഗ്ലീഷോടും ചേട്ടനോടും എല്ലാവരോടും ഞാൻ വളരെയധികം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി സോ ഞങ്ങൾ സെറ്റ് ആകട്ടെ. ബൈ ഗൈസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ പോസ്റ്റിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് കൂടുതലായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ അടിപൊളിയായിരുന്നു. ബർത്ത്ഡേ അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. അങ്ങനെ എൻ്റെ ഇളയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഫോട്ടോസ്, അവരാണ് കൂടുതൽ ഫോട്ടോസ് എടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു. അങ്ങനെ അപ്പോൾ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു ഓഗസ്റ്റ് 3. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. ഇപ്പം ഞാൻ ഡ്രസ്സ് മാറി കുറേ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇപ്പോൾ എത്ര മണിയുടെ സമയം? ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ബിരിയാണി കഴിച്ചു, കേക്ക് മുറിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ ചേഞ്ച് ചെയ്തു. അങ്ങനെ രസമായിരുന്നു. ഗിഫ്റ്റ് ഇപ്പോൾ എൻ്റെ ലെഫ്റ്റിൻ്റെ ലൈമിൽ ഈ ഒരു പെൻഡൻ്റ് ഉണ്ടോ ഇങ്ങനത്തെ ഹാർട്ട് ഷേപ്പ്, അത് എനിക്ക് തന്നു. പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ എനിക്കൊരു ഇയറിംഗ് തന്നു. അങ്ങനെ എല്ലാവരും കാർഡ് തന്നു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇനി വെയിറ്റിംഗ് ഫോർ ബിഗ് ബോസ് സീസൺ 7 എനിക്ക് എൻ്റെ എല്ലാവരും വീഡിയോ ഉണ്ടായി തന്നിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഇടാം. അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും കുറേ വിഷ് ചെയ്തു, വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ ഹാപ്പിയാണ്. അങ്ങനെ ഓക്കെ ബൈ. ഹലോ. അപ്പോൾ ഞാൻ മൈക്ക് കൊണ്ടില്ല. മൈക്കൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര ഗിഫ്റ്റ് എനിക്ക് കിട്ടും. അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതൊക്കെ ഒരു എങ്ങനെയും ചെറിയ പള്ളിയിൽ പോയി വന്നിട്ട് ഇങ്ങനെ കിട്ടിയതാണ്. ഇപ്പോൾ എനിക്ക് എന്താ പറയുക, കുറേ പേര് വിളിച്ചു. എൻ്റെ ബർത്ത്ഡേ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ കുറേ ഗിഫ്റ്റ് ഇത്ര ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രതീക്ഷയുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് കിട്ടും, അങ്ങനെ കിട്ടി എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ എനിക്കിനി ജീവിതം മുഴുവൻ പറയാനുള്ളത് മീൻസ് അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ദിവസമാണ് ഇനി. അപ്പോൾ ഇനി അടുത്ത ബർത്ത്ഡേ ഇങ്ങനെ ആയിരിക്കില്ല. ഇന്ന് മീൻസ് ചെറിയ വിഷമങ്ങളുണ്ടായിരുന്നു, എന്നാലും പക്ഷേ അത്രയും ഗിഫ്റ്റും കുറേ നല്ല രസമായിരുന്നു. അടിപൊളിയായിരുന്നു. കേക്ക് കട്ടിങ് നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കും. അപ്പോൾ അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ എന്നെ വിഷ് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ 7 മണിയാവാറായി. 7 മണിക്ക് എന്താണ് ബിഗ് ബോസ് ആണ്. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് ഫാൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സീസൺ കഴിഞ്ഞ സീസൺ പോലെ ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്നു. കഴിഞ്ഞ സീസണൊക്കെ ഒരു കഴിയില്ല. സീസൺ 6 ആയിരുന്നു. എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ബിഗ് ബോസ് സീസൺ 6 and 5 ആണ്. എൻ്റെ 5 and 4 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ. അതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ സോ നമ്മളിപ്പോൾ സമയമാറായി. ഓക്കെ ബൈ. നമ്മൾ ബിഗ് ബോസ് സീസൺ 7 ആണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനിയനും മാളൂസും എന്തായാലും സപ്പോർട്ട് ചെയ്യില്ലേ? ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേര് പറയണോ? മാളൂസ് എന്നെ വെച്ചിട്ട് എന്തെങ്കിലും പറയണോ? വേണ്ട. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിഗ് ബോസിൽ പോകാൻ. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും മനസ്സിൽ പറയാം മാളൂസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഞാൻ അഡിക്റ്റഡ് ഒന്നുമില്ല. ഞങ്ങൾ കാണാൻ ചെറുതായി എനിക്ക് വീടിന് ബിഗ് ബോസ് വീട് ഇഷ്ടമായി. എനിക്ക് അത്ര ഇഷ്ടമായില്ല. കുഴപ്പമില്ല. അത് കുറച്ച് അവർ നിരത്തിയിട്ടേക്കണ്ടാണ് ഈ വട്ടം. കുഴപ്പമില്ല. നമുക്ക് നോക്കാം ഗൈസ്.